Comedy Show. അത് ഇന്നത്തെ പരിപാടി മൊത്തം മേൽനോട്ടം ഞാനല്ലേ, അതുകൊണ്ടാണ് മേലോട്ട് നോക്കിക്കുന്നത്. നീ ഇവിടെ നിന്ന് പാലോടിക്കണ്ട, കസേരയൊക്കെ പെട്ടെന്ന് റെഡിയാക്കിട്ടെ. പ്രിയമുള്ളവരെ, കഞ്ചിക്കുഴി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ സുന്ദര സുന്ദരത്തിൽ ഇതാ ഇത്തവണ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന ഒരു റോബോട്ടിനെയാണ്. ഈ റോബോട്ടിന്റെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കും ബഹുമാനപ്പെട്ട മന്ത്രി ഈ വേദിയിൽ നിർവഹിക്കുന്നതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതിനുശേഷം എന്തേ മോനെ എന്ത് കോലോടത്, എന്ത് വേഷമാണത്, എന്ത് വേഷമാണത്? തലക്ക് അല്പം ലൂസാണ്, അത് കാരണം ഒരു ആന്റിനെ ഫിറ്റ് ചെയ്തൊക്കെയാണ്. അത്ര ഉള്ളല്ലേ? ഞാൻ കരുതി ചൊവ്വേന്ന് ഇറങ്ങിയേക്കണ വല്ല അന്യഗ്രഹ ജീവിയായിരിക്കുന്നു. ഇപ്പൊ നിനക്കിപ്പോ എന്താ വേണ്ടത്? ഈ ചെയർ എവിടെ ഇടണം? ചവറ് നീ സ്റ്റേയിലിടാൻ പോണം. നിന്റെ കണ്ണക്കുറ്റിയാണ് അടിച്ചാൽ കസേര. എന്റെ പൊന്നു മോനെ സൈമ, ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഈ കസേര ഇടാൻ നിനക്കൊരു സ്ഥലം കിട്ടിയില്ലേ? എടാ പുറകിലെങ്ങാനും കൊണ്ടുപോയി ഇട്. പ്രസിഡന്റ്, അത് വേദിയിടാനുള്ള കസേരയല്ലേ? സ്റ്റേജിലേക്കുള്ള കസേരയല്ല പൊന്നു മോനെ സൈമ, അവിടെ കൊണ്ടുപോയിട്ടോ. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു പോകുന്നത് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും അതികായകന്മാരും അലങ്കരിക്കുന്ന ഈ വേദിയിൽ ഒരു പട്ടി കയറിയിരിക്കുന്നു ഞാൻ അറിഞ്ഞില്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതിനുശേഷം നടക്കുന്ന നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൽ കേരളത്തിലെ പല വിശിഷ്ടാതിഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഓരോരുത്തരായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് കൊള്ളുകയാണ്. ഇങ്ങോട്ട് വരാൻ പറ. ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് നമ്മുടെ മുൻകാല പഞ്ചായത്ത് പ്രസിഡന്റും നല്ലൊരു പ്രാസംഗികനുമായ സർസപ്പൻ മാസ്റ്ററെയാണ്. സർസപ്പൻ മാസ്റ്ററെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്ത് കൊള്ളുകയാണ്. എങ്ങോട്ട് പോയിട്ട് സർസപ്പൻ മാഷ് ഇവിടെ ഒന്ന് വിളിച്ചിരിക്കണ, പെട്ടെന്ന് പ്രസംഗിച്ചോ, തുടങ്ങിക്കോ. നമസ്കാരം. ഇന്നാള് കുറെ പിള്ളേരെ വീട്ടിൽ വന്നിരുന്നു, അവരെന്നോട് വരാൻ പറഞ്ഞു. ഞാൻ വന്നു, ഞാൻ പോടും. മാഷെ അന്ന് പോവാൻ പറ്റേ? മാഷ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഗാനമേളയില്ലേ, അതിനകത്ത് ഓർക്കസ്ട്ര കേൾപ്പിച്ചിരിക്കണ മാഷല്ലേ. ഓർക്കസ്ട്രക്കാരൊക്കെ വരുമോ? ഓട്ടോറിക്ഷക്കാരൊക്കെ വരും. ഓട്ടോറിക്ഷക്കാർ വരുന്നു. മാഷ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗാനമേളക്ക് തബലയൊക്കെ ഉണ്ടോ? തവളയൊക്കെ ഉണ്ടെന്ന്. അല്ല മാഷെ, വയലിൻ. വയലിൽ തവള ഉണ്ടോ? മാഷിന് പറഞ്ഞത് മനസ്സിലാവില്ല. മാഷെ ഗിറ്റാറുണ്ടോ? ഗിറ്റാറുണ്ടോ? ഇന്നാള് 3 എണ്ണത്തിന് പിടിച്ചല്ലേ. അതല്ല മാഷെ, നമ്മുടെ ഗാനമേളക്ക് ഓർഗൻ ഉണ്ടോ? ഓർഗനുണ്ടോന്ന് നിന്നൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ മാഷ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗാനമേളക്ക് ഹാർമോണിയം. 6 മണിക്ക് ഓട്ടോറിക്ഷ റെഡി, ഞാൻ പോടും. എവിടെ പോണം മാഷ? അങ്ങനെ പോവാൻ പറ്റേ? മാഷാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത്ത് മാഷൊന്ന് പ്രഖ്യാപിച്ചേ. നീ പ്രഖ്യാപിച്ചോ? അല്ല മാഷ് പറ. നീ പ്രഖ്യാപിച്ചോടാ. ഒരു പണി, ഞാൻ പറയുന്ന പോലെ മാഷൊന്ന് പറയോ? പ്രിയമുള്ളവരെ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഞാനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ പരിപാടി അധ്യക്ഷൻ ഇവനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. മാഷ് പ്രഖ്യാപിക്കുക. മാഷാണ് മാഷ് പ്രഖ്യാപിക്കുന്നു. സാറാണ് സാറ് പ്രഖ്യാപിക്കും. സാറാണ് സാറ് പ്രഖ്യാപിക്കുന്നു. താനാണ് താൻ പ്രഖ്യാപിക്കണോ? താൻ പ്രഖ്യാപിക്കണോ? അവിടെ പോയിക്കണോ? അവിടെ പോയിക്കണോ? അവിടെ പോയിക്കണോ? അവിടെ പോയിക്കണോ? അടുത്തതായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ മഹിളാ രത്നം ശ്രീമതി ഏലമ്മ ടീച്ചറാണ്. ഏലമ്മ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, ഞാനിവിടെ വന്നപ്പോഴ് നിങ്ങൾ നേരിൽ കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രസംഗിക്കാറായിട്ടില്ല. സമയമാവും ഞാൻ വിളിക്കാൻ. ടീച്ചർ അവിടെ പോയിരുന്നോ? ആയിട്ടില്ല. ഇല്ല, വിളിക്കാം. ടീച്ചർ അവിടെ പോയിരുന്നു. നേരം വെളുത്തപ്പോ തൊട്ട് ഒരു വിളി സ്വാഗതം പറയാൻ അവിടെ നിൽക്കണ ആരാണത്? കരുണാകരൻ മാഷ് എത്തിയിട്ടാ, ഇങ്ങോട്ട് വരാൻ പറ. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീമാൻ കരുണാകരൻ മാഷെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. സൗണ്ട് ഇത്തിരി ഒന്ന് കൂട്ടി കൊടുത്തേ. ഇത്തിരി കൂടി കൂട്ടി, സ്വല്പം കൂടി, കുറച്ചുകൂടി, ഇത്തിരി കൂടി കൂട്ട്. അത് പൊട്ടിച്ചളഞ്ഞപ്പോ സമാധാനമായി. സ്വാഗതം പറയാനാണ് സാറിവിടെ വന്നേക്കണത്. പെട്ടെന്ന് സ്വാഗതം പറയാൻ നോക്ക്. എന്റെ ദൈവം, ഇത് ഇന്നെങ്ങാനും തീരുമെന്ന് എനിക്ക് തോന്നാണല്ലോ. നീണ്ട ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. സ്വാഗതം സ്വാഗതം പറഞ്ഞു കഴിഞ്ഞാ പടക്കത്തിന് തീ കൊളുത്തിട്ട് മന്ത്രി ആനയ്ക്ക്. പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്.
ക്ഷമിക്കണം, കുറച്ചു നേരം പാർലമെന്റ് അത് ഓർത്തുപോയി. അതെ, സാറ് നാട്ടിലുണ്ടായിരുന്നില്ല, ഏതോ ടൂറിലാണെന്നൊക്കെ പറയണായിട്ടല്ല. ഞാൻ വേൾഡ് ടൂറിലല്ലായിരുന്നോ? അതല്ലേ? ആ. ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ച്? അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ആഫ്രിക്ക, മലേഷ്യ, സിംഗപ്പൂർ. എന്നെ ദൈവമേ, ഞാൻ പോകാത്ത കാണാത്ത പോയ സ്ഥലങ്ങൾ ഇനി ഇല്ല. ഇനി ഏതെങ്കിലും രാജ്യം സന്ദർശിക്കണമെന്ന് വല്ല ആഗ്രഹങ്ങളുണ്ടോ? ഒരു രാജ്യം കൂടി കാണാനുണ്ട്. അതേതാണ് ആ സ്ഥലം? ഞാൻ ജയിച്ച മണ്ഡലം. അങ്ങനെ കടത്തി ഓട്ടിയിട്ടില്ല. ഇല്ല, ഇല്ല. അല്ല സാർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ ടൂറൊക്കെ പോയിന്ന് പറഞ്ഞല്ല, ഉവ്വ. ഭാര്യയൊക്കെ ഒരുമിച്ച് അടിച്ചു പൊളിച്ചാണ് ആ ടൂർ പോയത്? ടൂർ പോയപ്പോ ഭാര്യയെ കൊണ്ടുപോയതോ? ആ. എടാ, സദ്യ ഉണ്ടാകുമ്പോ എല്ലാവരും പൊതിച്ചാലും കെട്ടിക്കൊണ്ട് പോകോടാ. ക്ഷമിക്കണം. അപ്പൊ സാർ അവിടെ പോയിരുന്നോ? സമയമാകുമ്പോ ഞാൻ വിളിക്കാം. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ട അതിഥികൾ ഓരോരുത്തരായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഒരു പ്രകാശം കൊളുത്തിക്കൊണ്ടാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കാൻ. പ്രകാശം വരുമ്പോ ഞാൻ പോടും. ഏത് പ്രകാശൻ? മാഷെ, ഞാൻ ഉദ്ദേശിച്ചത് ഭദ്രദീപം. ഭദ്രദീപനം വരുമ്പോ ഞാൻ പോടും. എന്റെ മാഷെ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് നിലവിളക്ക്. അമ്മേ, എന്തായിരുന്നു? നല്ല നിലവിളിക്കാൻ പറഞ്ഞ ഞാൻ പോടും. ഞാൻ എങ്ങനെയും പോയി. എവിടെ പോയിട്ടാണ് ഈ പറയണത്? അറിയില്ല. അല്ല, അവിടെ പോയി ചേട്ടോ, അവിടെ പോയി. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഏലമ്മ ടീച്ചറെ ക്ഷണിച്ചു കൊള്ളുകയാണ്. കഷ്ടമാണ്. സോറി, അല്പം സ്ട്രോങ് ആയി പോയി. മാഷിനെ വീഴ്ച കണ്ടപ്പോഴേ തോന്നി സ്ട്രോങ് ആയി പോയി. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ മധ്യത്തിലിരിക്കുന്ന മധ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ. ഞാൻ ഇവിടെ വന്നപ്പോഴ് ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്പലാക്ഷൻ സാറിനെ കണ്ടപ്പോഴ് എനിക്ക് ഓർമ്മ വരുന്നത്, വളരെ ചെറുപ്പത്തിലേ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്പലാക്ഷൻ സാറ് എന്നെ വികൃതിയായിരുന്നു അറിയാമോ? തെമാടിയായിരുന്നു, കുറുമ്പനായിരുന്നു, കച്ചറായിരുന്നു, കച്ചറ ഊറ. ഞാനത് പറയാനുള്ള കാരണം, ഒരു ഓഗസ്റ്റ് 15 ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്പലാക്ഷൻ സാർ എന്റെ പുറകെ വന്നു. പോണ്ട ഞാൻ എല്ലാം പറയോടാ, കുറുമ്പ കാണിച്ചതാ എങ്ങടാ. ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് എന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരും ഇല്ല. ഒച്ച പോലെ ഒരാൾ ഓടി വരാനില്ല. ഇടുങ്ങിയ ഇടവഴിയല്ലേ, എനിക്ക് ആകെ പേടിയായി. ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് എന്നെ തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം എന്റെ ചങ്കടിപ്പ് വർദ്ധിച്ചു. എനിക്ക് ആകെ പേടിയായി, എന്റെ മാനം പോകുമോന്ന് പോലുമായി. ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് ഞാനിതിനെ എങ്ങനെ പറയും? എന്നെ കടിക്കാൻ വന്ന പട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു. അങ്ങനെയുള്ള മന്ത്രി ഇരിക്കുന്ന ഈ വേദിയിൽ നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കാൻ പോകുന്ന ഔപചാരികമായ യന്ത്രമനുഷ്യന്റെ ഉദ്ഘാടനത്തെ കുറിച്ച് നിങ്ങളുടെ മന്ത്രിക്ക് പോകാൻ ടീച്ചറുടെ പ്രസംഗം പിന്നെ അവസരം തരാം. ടീച്ചർ അവിടെ പോയിരിക്കും. തീർച്ചയായിട്ടും പിന്നെ പറയാം. ഞാൻ പോടും. എവിടെ പോകണം? അറിയില്ല. എങ്ങോട്ടെങ്കിലും പോടോ, മനുഷ്യനെ ചിറ്റിക്കാണ്ട്. എന്നാ പോളില്ല. എന്നാൽ അവിടെ പോയിരിക്കും. അടുത്തതായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് മന്ത്രിയെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മമാരെ, പെങ്ങന്മാരെ, മുമ്പിലിരിക്കുന്ന പിള്ളേരെ, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് സംസാരിച്ചാലും സമാധാനപരമായിട്ട് സംസാരിക്കണം. ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. അവിടെ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, പൊറോട്ട, ഉൽക്കല, ബംഗ എന്ന ചില വിശേഷമായിരുന്നു. ഇത് പറയുമ്പോൾ രാജ്യത്ത് അതിൻ്റെതായ ചില നിലനിൽപ്പുകൾ വേണമെങ്കിൽ എന്തുണ്ടാക്കണം, അതിനുവേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം. എങ്ങോട്ടായി പോണത്? ക്ഷമിക്കണം, പാർലമെന്റ് ആന്ന് ഓർത്തു. അങ്ങനെയൊക്കെ സാറ് ഓർക്കല്ലേ. സാർ ഈ റോബോട്ടിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ മതി. ഈ നിൽക്കുന്ന വരിക്കച്ചക്കയുടെ ഉദ്ഘാടനം. റോബോട്ട്. ഈ നിൽക്കുന്ന റോക്കറ്റിന്റെ ഉദ്ഘാടനം. റോക്കറ്റല്ല സാറേ, റോബോട്ട്. റോബോട്ടിനെ കുറിച്ച് പറയണം. അതെ. റോബോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? 5 രൂപ 10 രൂപ കാശ് മേടിച്ചാൽ കൃത്യമായിട്ട് കൊണ്ടുതരുന്ന വ്യക്തിയാണ് റോബോട്ട്. ഏത് റോബോട്ട്? പലിശക്കാരൻ റോബോട്ട്. എന്റെ ദൈവമേ സാറേ, ഇതൊന്നുമല്ല. എന്ത് ചോദിച്ചാലും സത്യം പറയുന്ന ഒരു യന്ത്രമനുഷ്യനാണ്. സാറെന്തെങ്കിലും ചോദിക്കുമ്പോ ആ യന്ത്രമനുഷ്യൻ സത്യം പറയാം. അങ്ങനെ ഈ പരിപാടി സാറൊന്ന് ഉദ്ഘാടനം ചെയ്താൽ മതി. അല്ല, എന്ത് വെച്ചാലും സത്യം മാത്രം പറയുന്നത് എന്താ ഉറപ്പ്? സാറിന് സംശയമുണ്ടോ? സംശയമുണ്ട്. പിടിച്ചോ, കേട്ടോ. ഓക്കെ. റോബോട്ടെ, എന്തോ ആരാണ് ഈ പരിപാടിയോട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയേക്കണത്? മന്ത്രി ഉൽപ്പലാക്ഷൻ. ചോദിച്ചാലും സത്യം
മാത്രമേ പറയുള്ളൂ. നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടി ഞാനൊരു കാര്യം ചോദിച്ച് അതിന്റെ സത്യം മനസ്സിലാക്കി ഈ റോബോട്ടിനെ ഉദ്ഘാടനം ചെയ്യുകയാണ്. റോബർട്ടേ, എന്തോ? എന്റെ അച്ഛനാരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. എന്റെ അച്ഛൻ മരിച്ചോട്ട് 25 കൊല്ലം. എന്നാ റോബോട്ടിന് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടാവും സാർ, ഒന്നുകൂടി ഒന്ന് ചോദിക്കും. റോബർട്ടേ, എന്തോ? എന്റെ അച്ഛനാരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. എന്റെ അച്ഛൻ മരിച്ചോട്ട് 25 കൊല്ലായത്. സാർ എന്തെങ്കിലും അബദ്ധം പറ്റിയതായിക്കോട്ടെ, സാർ ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് ചോദിക്കും. വിശദമായിട്ട് ചോദിക്കാം. റോബർട്ടേ, എന്തോ? എന്റെ അച്ഛൻ, അതായത് എന്റെ അമ്മയുടെ ഭർത്താവ് ആരാണ്? താങ്കളുടെ അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. പക്ഷേ താങ്കളുടെ അച്ഛൻ ഇപ്പോഴും എറണാകുളം സ്റ്റാൻഡിലെ പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്.